ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്നത്തെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ഇന്നത്തെ ലഞ്ച് ബോക്സിന് നല്ല ചൂട് ചോറുണ്ട്. അതേപോലെ നമ്മുടെ കൂമ്പ് തോരനില്ലേ, കൂമ്പ് കൂമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ കൂമ്പ് എന്നാണ് പറയണത്. നിങ്ങളവിടെയൊക്കെ എന്താണ് പറയണതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളവിടെ എന്താണ് പറയണതെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ഓക്കെ. അപ്പോൾ കൂമ്പ് തോരനും പിന്നെ സാമ്പാറാണ്. ഞാൻ സാധാരണ സാമ്പാർ കഷ്ണങ്ങളെല്ലാം വെന്ത് ഉടച്ചാണ് എടുക്കുന്നത്. കാരണം ഇവിടെ ഗംഗ കഷ്ണങ്ങളൊന്നും കഴിക്കാറില്ല. അപ്പോൾ അതും കൂടെ ഉടഞ്ഞു വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ണം ഒരു മീഡിയം വേവായതേ ഉള്ളൂ. അപ്പം സാമ്പാറും പിന്നെ വങ്കട മീൻ പൊരിച്ചത്. ഇവിടെ ചേട്ടൻ വങ്കട മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരിടത്ത് ആർക്കും വങ്കട മീൻ ഇഷ്ടമില്ല. ഞാൻ ചോദിക്കാറുള്ളതെല്ലാം എൻ്റെ അടുത്ത് എല്ലാവരും വങ്കട മീൻ എന്ന് പറയാം, വങ്കട മീനെ ഇത്ര ഇഷ്ടമോ എന്ന് ചോദിക്കും. പക്ഷേ ആർക്കും അങ്ങനെ ഇഷ്ടമില്ല. ഇവിടെ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് വങ്കട മീൻ. എനിക്ക് പിന്നെ അങ്ങനെ ഞാൻ കഷ്ണങ്ങളൊന്നും കഴിക്കാറില്ല. വയ്ക്കുകയാണെങ്കിലും ചാറ് ഒരു കഷ്ണം വല്ലതും എടുത്താലായി. ഫ്രൈ ആണെങ്കിലും ഒരു കഷ്ണം മാത്രമേ എടുക്കുകയുള്ളൂ. അങ്ങനെ എനിക്കങ്ങനെ മീനിനോട് വലിയ ഇതൊന്നുമില്ല. എന്നാൽ കിട്ടിയാൽ കൊള്ളാം, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വോയിസ് ഒരുപാട് കുറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് സൗണ്ട് അടവുണ്ട്, അതിൻ്റെ ആയിരിക്കണം എനിക്ക് വോയിസ് ക്ലാരിറ്റി ഇല്ലാത്തത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ മടിക്കരുത്. അതേപോലെ തന്നെ ഞാൻ ഇന്നലെ പിന്നെ ഒരു ഡൈ, അതായത് നമ്മുടെ ഹെയർ ഡൈയെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ആയിട്ടല്ല, ഞാൻ ഈ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോയിൽ കൂടെ തന്നെ അത് ഞാൻ അങ്ങനെ ആ ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി ഒന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ വീണ്ടും വീണ്ടും വീഡിയോസായിട്ട് എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ നേരിട്ട് ഫേസ് കാണിച്ച് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ക്ലാരിറ്റി കിട്ടണില്ല. കാരണം എനിക്ക് തോന്നുന്നു സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കണം, നേരിട്ട് ആ ഫേസ് കാണിച്ചിട്ടുള്ള അതുകൊണ്ടായിരിക്കണം ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വോയിസ് ഇട്ട് നോക്കണത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ, അതായത് വോയിസ് കിട്ടി നിങ്ങൾക്ക് അതിലൊരു ബെനിഫിറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും ഞാൻ വീഡിയോസ് ഇടാം. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.